ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം കാണുക, ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യൂട്യൂബേഴ്സിന് ഈ വർഷം നമുക്ക് US ടാക്സ് ഇൻഫോ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ US ടാക്സ് ഇൻഫോ കൊടുത്തായിരുന്നു. ഈ വർഷവും US ടാക്സ് ഇൻഫോ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ വർഷം ഡിസംബറിന് മുൻപായിട്ട് നമ്മൾ US ടാക്സ് ഇൻഫോ സബ്മിറ്റ് ചെയ്യണം. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ആഡ്സൻസിന്റെ വരുമാനത്തിൽ നിന്നും 24% ടാക്സ് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനോടകം പലരുടെയും യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ ആപ്ലിക്കേഷനകത്തും വെബ്സൈറ്റിനകത്തും ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ കറക്റ്റ് ആയിട്ട് എങ്ങനെ US ടാക്സ് ഇൻഫോ സബ്മിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഒരു സ്റ്റെപ്പ് പോലും മിസ്സാവരുത്. നിങ്ങളത് തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു 24% US ടാക്സ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായ രീതിയിൽ ഞാനിത് കാണിച്ചു തരുന്നുണ്ട്. അത് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യുക. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നത്. ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒന്നും തൽക്കാലം ആവശ്യമില്ല. ഇതൊക്കെ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് മൊബൈലിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തുറക്കുക. അവിടെ സെർച്ച് ബാറിൽ ആഡ്സൻസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇനി നമ്മൾ ഒരു ചെറിയൊരു മാറ്റം കൂടി വരുത്തേണ്ടതായിട്ടുണ്ട്. അവിടെ മുകളിൽ വലതുവശത്ത് ഒരു 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുണ്ടായിരിക്കും. അത് ഓഫായിരിക്കും കിടക്കുക. അവിടെ ഒരു ടിക്കം കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേജ് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗൂഗിൾ ആഡ്സൻസിൻ്റെ സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഗൂഗിൾ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജിമെയിൽ ID അവിടെ നിന്ന് സെലക്ട് ചെയ്ത് അതിനകത്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഗൂഗിൾ ആഡ്സൻസിൻ്റെ ഒരു നമ്മുടെ മെയിൻ ഹോം പേജ് എന്ന് പറയുന്നത്. ഇടതുവശത്ത് ഒരു 3 ലൈൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ആഡ്സൻസ് ഫോർ യൂട്യൂബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സൈഡിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് വരുന്ന സമയത്ത് അവിടെ പേയ്മെൻറ്റ്സ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പേയ്മെന്റ് ഇൻഫോ ക്ലിക്ക് ചെയ്യുക. നേരെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആഡ് ടാക്സ് ഇൻഫോ എന്നുണ്ടായിരിക്കും. നമ്മൾ അതല്ല കൊടുക്കേണ്ടത്. പകരം നേരെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ സെറ്റിംഗ്സ് എന്നുണ്ടായിരിക്കും. സെറ്റിംഗ്സിന് നേരെ താഴെ മാനേജ് സെറ്റിംഗ്സ് എന്നുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ നേരെ താഴേക്ക് വരുന്ന സമയത്ത് സിംഗപ്പൂർ ടാക്സ് ഇൻഫോ അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടാക്സ് ഇൻഫോ 2 ഓപ്ഷൻ ഉണ്ടാവും. നമുക്കിവിടെ US ടാക്സ് ഇൻഫോ ആണ് കൊടുക്കേണ്ടത്. അതിന് നേരെ സൈഡിൽ കാണുന്ന ആ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നേരെ താഴേക്ക് വരിക. അവിടെ മാനേജ് ടാക്സ് ഇൻഫോ എന്നുണ്ടായിരിക്കും. അത് കൊടുക്കുക. അടുത്ത പേജിൽ ആഡ് ടാക്സ് ഇൻഫോ എന്നുണ്ടാവും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യരുത്. പകരം നിങ്ങൾ നേരെ താഴേക്ക് വരുന്ന സമയത്ത് ഷോ ടാക്സ് ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെന്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നോക്കുക, നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തത് സ്റ്റാറ്റസ് അത് അപ്രൂവ്ഡ് ആണ്. അത് സബ്മിറ്റ് ചെയ്തത് കഴിഞ്ഞ 2021 മാർച്ച് 11 കൊടുത്തത്. നമ്മൾ അതവിടെ അപ്രൂവ്ഡായി കിടപ്പുണ്ട്. നമുക്കിനി ഷോ ടാക്സ് ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെന്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ന്യൂ ഫോം എന്നുണ്ടാവും. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നേരെ താഴേക്ക് വരിക. അവിടെ സ്റ്റാർട്ട് ന്യൂ ഫോം എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബിഫോർ യു സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കവിടെ സ്റ്റാർട്ട് ഫോം എന്നുള്ളത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ട് ഒരിക്കൽ കൂടി സൈൻ ഇൻ ചെയ്യണം. നമ്മൾ ആ ഒരു ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജിമെയിൽ ID പാസ്വേഡ് നമ്മൾ ഒന്നുകൂടി നൽകേണ്ടതുണ്ട്. നമ്മളിവിടെ പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. നേരെ താഴേക്ക് വരിക. അവിടെ ഇൻഡിവിജ്വൽ ആണോ നോൺ ഇൻഡിവിജ്വൽ ആണോ ചോദിക്കുന്നത്. നമുക്കത് ഇൻഡിവിജ്വൽ കൊടുക്കാം. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ആർ യു എ റെസിഡൻറ്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ US റെസിഡൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ US റെസിഡൻ്റ് ഒന്നും അല്ല. അതുകൊണ്ട് നോ കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ശേഷം നമ്മൾ കൊടുക്കേണ്ടത് W8BEN എന്ന് പറയുന്ന ഓപ്ഷനെ സെലക്ട് ചെയ്യേണ്ടത്. ശേഷം സ്റ്റാർട്ട് W8BEN ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലായിട്ട് നമ്മുടെ പേര് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരിക്കും. ശേഷം നമ്മുടെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സിറ്റിസൺഷിപ്പ് അത് നമുക്ക് ഇവിടുന്ന് ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫോറിൻ TIN എന്ന ഭാഗത്ത് നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പറാണ് നൽകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പാൻ കാർഡ് നമ്പർ നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത് ആരുടെ പേരിലാണ് എന്നുള്ളത് ഇവിടെ ബാധകമല്ല. നിങ്ങൾ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അത് ആരുടെ പേരിലാണോ ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പാൻ കാർഡ് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കൊടുത്ത സമയത്ത് ആരുടേതാണോ കൊടുത്തത് അതാണ് ഇവിടെയും കൊടുക്കേണ്ടത്. അതായത് പേയ്മെൻ്റ് ഒക്കെ ആരുടെ പേരിലാണോ വരുന്നത് അദ്ദേഹത്തിൻ്റെ, അതായത് ആഡ്സൻസ് ആരുടെ ഉടമസ്ഥതയിലാണോ അദ്ദേഹത്തിൻ്റെ പാൻ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്ക് പാൻ നമ്പർ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത പേജിൽ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള പേജാണ്. ഈ ഭാഗത്ത് നമ്മുടെ
അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. അഡ്രസ്സ് കറക്റ്റ് കൊടുത്ത ശേഷം മെയിലിംഗ് അഡ്രസ് ഈസ് ദ സെയിം ആസ് പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്സ് എന്നുള്ളത് ടിക്ക് കൊടുക്കുക. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിലിംഗ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അത് കൊടുക്കുക. അതല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ മെയിലിംഗ് അഡ്രസ്സ് വേറെ ആണെങ്കിൽ ആ ടിക്ക് കൊടുക്കേണ്ട, പകരം താഴെ ആ ഒരു മെയിലിംഗ് അഡ്രസ്സ് കൊടുക്കുക. അതായത് കത്തുകളൊക്കെ വരാനായിട്ടുള്ള അഡ്രസ്സ് നിങ്ങൾക്ക് വേറെ ഒരു അഡ്രസ്സിലാണെങ്കിൽ ആ അഡ്രസ്സ് അവിടെ കൊടുക്കുക. അത് കൊടുത്ത ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ യെസ് കൊടുക്കുക. യെസ് കൊടുത്ത ശേഷം താഴെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ രാജ്യം ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻ ചോദിക്കും. നമ്മൾ ആദ്യത്തെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം വരുന്ന ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നതിൻ്റെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 2A2 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് 15% സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം അടുത്ത ബോക്സ് സെലക്ട് ചെയ്യുക. അവിടെ ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് എന്നതിനകത്ത് ആർട്ടിക്കിൾ 7 ആൻഡ് പാരഗ്രാഫ് 1 സെലക്ട് ചെയ്യുക. വിത്ത് ഹോൾഡിംഗ് റേറ്റിനകത്ത് വന്നിട്ട് 0% കൊടുക്കുക. അടുത്ത ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം അവസാനത്തെ ബോക്സ് ടിക്ക് ചെയ്യുക. ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫിനകത്ത് ആർട്ടിക്കിൾ 12 ആൻഡ് പാരഗ്രാഫ് 2A2 കൊടുക്കുക. വിത്ത് ഹോൾഡിംഗ് റേറ്റ് എന്ന ഭാഗത്ത് 15% കൊടുക്കുക. ശേഷം താഴത്തെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ശേഷം താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ നാലാമത്തെ ഓപ്ഷൻ അത് നോ കൊടുക്കുക. എന്നിട്ട് ഈ ടിക്ക് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്നിട്ട് ഐ ആക്സെപ്റ്റ് ദ പേപ്പർലെസ് ഡെലിവറി എഗ്രിമെൻറ്റ് എന്നത് ടിക്ക് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് വന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ PDF രൂപം ഇവിടെ കാണുന്നുണ്ട്, ഒരു പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. നമുക്ക് ഐ കൺഫേം എന്നുള്ളതിൽ ടിക്ക് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം താഴേക്ക് വരിക. താഴേക്ക് വന്നിട്ട് അവിടെ ഐ സർട്ടിഫൈ എന്നുള്ളത് ടിക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോഴത്തെ ഈ വർഷത്തെ ഇയർ കൊടുക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഇയർ ഇവിടെ ഇപ്പോൾ 2020 കിടക്കുന്നത്, നമുക്കത് മാറ്റിയിട്ട് 2024 ആക്കി കൊടുക്കാം. ഇപ്പോൾ 2024 നമ്മൾ ചെയ്യുക. അപ്പോൾ 2024 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ബോക്സിൽ ഇവിടെ നമുക്ക് ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. ഇന്നത്തെ 2024 എന്ന് കൊടുക്കാം. യെസ് ഐ ആം ദ ബെനിഫിഷ്യൽ ഓണർ നെയിംഡ് ഇൻ ദ ടാക്സ് ഐഡൻറ്റിറ്റി സെക്ഷൻ എന്നുള്ളത് കൊടുക്കുക. ശേഷം താഴേക്ക് വന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക.